ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയായി വോട്ടിന് പണം എന്ന ആരോപണം. വോട്ടിന് പണം നൽകിയെന്ന് ആരോപിച്ച് വ്യവസായി ബിജു രമേശിനെ ഇന്നലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അരുവിക്കരയിൽ വെച്ച് തടഞ്ഞുവെച്ചു. പരാജയ ഭീതിയിൽ നിന്ന് LDF ഉയർത്തുന്ന ആരോപണമാണിതെന്നാണ് UDFിൻ്റെ വാദം. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. ബിജു രമേശ് അടൂർ പ്രകാശിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ പണം വിതരണം ചെയ്യാൻ എത്തിയതാണ് എന്ന പേരിലാണല്ലോ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു വെച്ചത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏറ്റവും തെരഞ്ഞെടുപ്പ് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി മാറുകയാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ആരോപണം. അതിന് ആധാരമായി ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം അരുവിക്കര വടക്കേമല എന്ന പ്രദേശത്ത് ബിജു രമേശ് നടത്തിയ ഒരു സന്ദർശനമാണ്. ബിജു രമേശ് അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധുവാണ്. ഈ വടക്കേമല പ്രദേശമുള്ള ഒരു കോളനി പ്രദേശമാണ്. ആ സ്ഥലങ്ങളിൽ ബിജു രമേശ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഞ്ചരിച്ചിരുന്നു, അവിടെ വരികയും ചെയ്തു. അത് ഈ വോട്ടിന് പണം വിതരണം ചെയ്യാനായാണ് വന്നത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആരോപണം. ആ ആരോപണം മറ്റു പാർട്ടികൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുമുണ്ട്. ആ നിലയിൽ ഇന്നലെ ഏറെ നേരം അവിടെ ബിജു രമേശിനെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഇലക്ഷൻ സ്ക്വാഡ് നേരിട്ട് എത്തി, ഒപ്പം തന്നെ പോലീസും സ്ഥലത്തെത്തി. അതിനുശേഷം പരിശോധന നടത്തി. കാറിൽ പരിശോധന നടത്തിയെങ്കിലും ബിജു രമേശിന്റെ കാറിൽ നിന്ന് പണം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം സന്ദർശിച്ച രണ്ട് വീടുകൾ അതൊരു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുടെ വീടാണ്. ആ വീട്ടിൽ നിന്നും പരിശോധിച്ചെങ്കിലും അവിടെ നിന്നും ഈ പറയുന്ന പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടുകൂടി തന്നെ ഇത് ഒരു CPM കെട്ടിച്ചമച്ച ഒരു ആരോപണമാണ് എന്നുള്ളൊരു വാദം ബിജു രമേശ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന്. അതേസമയം ഈ വാദത്തിൽ പണം വിതരണം ചെയ്യാൻ തന്നെയാണ് ബിജു രമേശ് എത്തിയത് എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF ക്യാമ്പ്. അങ്ങനെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സജീവ ചർച്ചയായി ഇക്കാര്യം മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിജു രമേശ് ഇത്തരത്തിൽ പണം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് LDF പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. അതിനുശേഷം ഏറെ നേരം ഇന്നലെ തന്നെ രാത്രിയിൽ അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ ബിജു രമേശും ഒപ്പം തന്നെ അനുയായികളും ഉണ്ടായിരുന്നു. വിശദമായ പരിശോധനയും മൊഴിയെടുക്കലിനും ശേഷമാണ് ഇവരെ വിടുകയും ചെയ്തത്. ഈ വിഷയത്തിൽ ഉൾപ്പെടെ അടൂർ പ്രകാശിന്റെയും വിജോയുടെയും ആറ്റിങ്ങലിലെ LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. SK. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സലീം മാലിക്കാണ്.